അധ്യായം 1. പൊഴിയങ്കര എന്ന മധ്യ കേരളത്തിലെ ഒരു തീരദേശ തെരുവ്. എല്ലാവരും ശാന്തമായി ഉറങ്ങുകയായിരുന്നു. പെട്ടെന്നാണ് ആകാശം കാറും കോളും കൊണ്ട് നിറഞ്ഞത്. കലിപ്പൂണ്ട കാർമേഘങ്ങൾ ചുഴലിക്കാറ്റിനേക്കാൾ വേഗത്തിൽ തീരത്തേക്കടുത്തു. കടലമ്മ ചതിച്ചല്ലോ ദൈവമേ, ഇനി ഇവിടെ നിന്നാൽ അപകടമാണ്. എല്ലാവരും ഓടി രക്ഷപ്പെട്ടോ, വേഗം! ആരോ ഭയന്ന് നിലവിളിക്കുന്നത് കേട്ടാണ് ജഗൻ ഉറക്കമുണർന്നത്. ചാടി എഴുന്നേറ്റ് വീടിന് പുറത്തേക്ക് വന്നതും അവൻ കണ്ടത് ചുറ്റും കുത്തിയൊലിച്ചു വരുന്ന വെള്ളത്തിലൂടെ കുട്ടികളും മുതിർന്നവരുമെല്ലാം പ്രാണരക്ഷാർത്ഥം വീട് വിട്ട് ഓടുന്ന കാഴ്ചയായിരുന്നു. മോനെ, ഒരു നാൾ അപ്രതീക്ഷിതമായി ഇവിടെ ഒരു ദുരന്തം സംഭവിക്കും. അന്ന് നമ്മുടെ ഗ്രന്ഥപ്രിയയിൽ ഞാൻ പ്രത്യേകമായി സൂക്ഷിച്ചു വെച്ച 5 പുസ്തകങ്ങൾ നീ എടുത്ത് ഭദ്രമായി വെക്കണം. എനിക്കത്രയും വേണ്ടപ്പെട്ടവയാണത്. മരണക്കിടക്കയിൽ വെച്ച് അച്ഛൻ പറഞ്ഞ വാക്കുകൾ പെട്ടെന്ന് ജഗന്റെ കാതിൽ അലയടിച്ചു. അച്ഛൻ ആവശ്യപ്പെട്ട കാര്യം എന്ത് വില കൊടുത്തും സാധിക്കണമെന്ന ചിന്തയിൽ അവൻ ലൈബ്രറി ലക്ഷ്യമാക്കി കുതിച്ചു. ജഗ, അങ്ങോട്ട് പോവല്ലേ, അവിടെ ആകെ വെള്ളം കയറുകയാ. ആൾക്കൂട്ടത്തിൽ ആരോ തന്നോട് വിളിച്ചു പറയുന്നത് കേട്ടെങ്കിലും അവൻ പിന്മാറിയില്ല. വെള്ളം കയറിക്കിടന്ന ലൈബ്രറിയിൽ കഷ്ടപ്പെട്ടകത്ത് കയറി. മിക്ക പുസ്തകങ്ങളും നശിച്ചു തുടങ്ങിയിരുന്നു. എവിടെയായിരിക്കും അച്ഛൻ ആ പുസ്തകങ്ങൾ വെച്ചിരിക്കുക? പെട്ടെന്ന് അവന്റെ ശ്രദ്ധ ഇടതുവശത്തെ 5ാമത്തെ റാക്കിലെ സ്വർണ്ണ നിറമുള്ള പെട്ടിയിലുടക്കി. ജഗന്റെ മുഖത്ത് ആശ്വാസം. അവൻ ധൃതിയിൽ ആ സ്വർണ്ണപ്പെട്ടി തുറന്നു. അതെ, ഇതാണ് ആ പുസ്തകങ്ങൾ. പക്ഷെ ഇതിൽ 4 അല്ലേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞത് 5 എന്നാണല്ലോ. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന ജഗൻ അവിടെയാകെ 5ാമത്തെ പുസ്തകത്തിനായി തിരയാൻ തുടങ്ങി. പെട്ടെന്ന് പുറത്തുനിന്നും രക്ഷാപ്രവർത്തകരുടെ സൈറൻ ശബ്ദം അവന്റെ ശ്രദ്ധ തിരിച്ചു. അവൻ പുറത്തേക്ക് നോക്കി. വെള്ളം നെഞ്ചോളം ഉയർന്നിരിക്കുന്നു. ഈ നിമിഷം തന്നെ പുറത്തേക്ക് പോയില്ലെങ്കിൽ ലൈബ്രറിക്കുള്ളിൽ താൻ മുങ്ങി മരിക്കുമെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ മനസ്സാൽ അച്ഛനോട് മാപ്പ് പറഞ്ഞ് നിരാശയോടെ പുറത്തേക്ക് നീങ്ങി. അപ്പോഴാണ് അവന്റെ കണ്ണുകൾ വാതിലിനോട് ചേർന്ന ഭാഗത്തുള്ള അച്ഛന്റെ ഫോട്ടോയിലുടക്കിയത്. അതവിടെ ഉപേക്ഷിക്കാൻ അവന് മനസ്സ് വന്നില്ല. അതെടുക്കാൻ ശ്രമിച്ച അവന് തന്റെ മുന്നിൽ കണ്ട കാഴ്ച വിശ്വസിക്കാനായില്ല. അത്ഭുതം! ആ ഫോട്ടോയ്ക്ക് പിന്നിൽ ഒരു ചെറിയ അറ. ജഗൻ വേഗം അതിന്റെ അടപ്പ് വലിച്ചു തുറന്നു. അതിനുള്ളിൽ ഒരു വലിയ പുസ്തകം. അതെടുത്ത് അവൻ പുറം ചട്ടയിലെ പേര് വായിച്ചു. ഡെസ്റ്റിനി. ഇതാണ് 5ാമത്തെ പുസ്തകമെന്ന് അച്ഛൻ ചെവിയിൽ പറയുന്നത് പോലെ അവന് തോന്നി. അതിന്റെ മുൻപേജിൽ ഗ്രന്ഥകർത്താവിന്റെ പേര് കാണാം. കാർത്തികേയൻ, ചരിത്ര ഗവേഷകൻ. അച്ഛനാണ് ഈ പുസ്തകം എഴുതിയത്. അച്ഛനൊരു എഴുത്തുകാരനായിരുന്നോ? പിന്നെന്തിനാ ഇത് രഹസ്യമാക്കി വെച്ചത്? അവനാകെ ആശയക്കുഴപ്പത്തിലായി. ആകാംക്ഷയോടെ അവൻ ആ പുസ്തകം തുറന്നു. കുത്തിയൊലിക്കുന്ന കടലിന് നടുവിൽ കൈകൾ ഉയർത്തി സഹായം യാചിക്കുന്നവരുടെ ചിത്രം. അതിന് താഴെ ഒരു തീയതിയും കുറിച്ചു വെച്ചിട്ടുണ്ട്. ഇന്നത്തെ അതേ തീയതി. അച്ഛൻ മരിക്കുന്നതിന് എത്രയോ മുന്നേ എഴുതിയ പുസ്തകത്തിൽ ഇങ്ങനൊരു പ്രവചനോ? അവന് വിശ്വസിക്കാനായില്ല. പരിഭ്രമത്തോടെ അവൻ പേജ് മറിച്ചു. പുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് മുങ്ങിത്താഴുന്ന ഒരു യുവാവിന്റെ ചിത്രം. ഇത് ഞാനാണോ? ഭയത്താൽ അവന്റെ ശരീരം തളരുന്ന പോലെ അവന് തോന്നി. വിറയാർന്ന കൈകളോടെ അടുത്ത പേജ് മറിക്കാൻ തുടങ്ങിയതും അവന്റെ 5 ഇരട്ടി പൊക്കമുള്ളൊരു തിരമാല വന്ന് അവനെ മൂടിയതും ഒരുമിച്ചായിരുന്നു. ആർക്കും ഒരു പിടിതരാത്ത ഒന്നാണ് ഈ പ്രപഞ്ചം. സൂര്യൻ കേന്ദ്രമായ സൗരയൂഥത്തിലെ ഒരു ഗ്രഹം മാത്രമാണ് ഭൂമി. മറ്റു കോടാനുകോടി നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും നക്ഷത്രത്തിന് ചുറ്റും മറ്റൊരു സൗരയൂഥം ഉണ്ടാകുമോ? അവിടെ ഭൂമിക്ക് സമാനമായ ഒരു ഗ്രഹമുണ്ടാകുമോ? ഉണ്ട്. ഭൂമിയെപ്പോലെ മറ്റൊരു ഗ്രഹമുണ്ട്. കൗതുകമുണർത്തുന്ന മനുഷ്യരും അവരുടെ വിചിത്രമായ ജീവിത രീതികളും നിറഞ്ഞ ഒരു മായികാ ലോകമാണത്. ഭൂമിയിൽ നിന്നും വംശനാശം സംഭവിച്ച ജന്തുജാലങ്ങളും തൊട്ടാൽ വിരിയുന്ന പൂക്കളും മുത്തുകൾ നിറഞ്ഞ തടാകങ്ങളും 7 നിറങ്ങളുള്ള മഴവിൽ മലകളുമൊക്കെയായി ഒരു സാധാരണ മനുഷ്യന്റെ ഭാവനകൾക്കതീതമായ ആഗ്രഹം. കൈകാലുകളിലെ വിരലുകൾക്ക് ഒരേ വലിപ്പമാണെന്നതൊഴിച്ചാൽ അവിടുത്തെ മനുഷ്യർ ഏതാണ്ട് ഭൂമിയിലെ മനുഷ്യരെ പോലെ തന്നെയാണ്. പക്ഷേ അവർ അമാനുഷിക കഴിവുകൾ നിറഞ്ഞവരാണ്. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും അതുതന്നെ. സർവം മായ. ശാരീരിക ബലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും മികച്ച മനുഷ്യൻ ആരെന്നവർ തീരുമാനിക്കുന്നത്. അവിടെ എല്ലാവരും അവരവരുടെ ശാരീരിക ക്ഷമതയുടെ അടിസ്ഥാനത്തിൽ 1, 2, 3, 4 എന്നിങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ റാങ്ക് ചെയ്യപ്പെട്ടിരുന്നു. മികച്ച പരിശീലനത്തിലൂടെ ഏറ്റവും ഉയർന്ന റാങ്കിലെത്താൻ അവരെല്ലാവരും പരസ്പരം മത്സരിച്ചുകൊണ്ടിരുന്നു. ആയതിനാൽ ഭൂമിയിലെ മനുഷ്യരെ അപേക്ഷിച്ച് തലമുറകളായി ആരോഗ്യവാന്മാരും ശക്തരുമായിരുന്നു അവർ. ഏറ്റവും ശക്തരായി തീർന്നവർക്ക് മരണത്തെയും അതിജീവിച്ച് അമരത്വം സ്വീകരിക്കാം. ആ മായിക ലോകത്ത് പ്രശസ്തമായൊരു അക്കാദമിയുണ്ട്, സ്കൂൾ ഓഫ് മാജിക്.
മന്ത്രവാദവും ആയോധന മുറകളും മറ്റുമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഒരു വിദ്യാർത്ഥിക്ക് അവിടെ പ്രവേശനം ലഭിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അധ്യാപകരാകാൻ അത്ര എളുപ്പമല്ല. കാരണം ഈ അക്കാദമിയിൽ വിദ്യാർത്ഥികളാണ് സ്വന്തം അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നത്. നിരവധി യോഗ്യതാ പരീക്ഷകളിൽ വിജയിച്ചാൽ മാത്രമേ മാജിക് അക്കാദമിയിൽ അധ്യാപകനാവാൻ സാധിക്കൂ. എല്ലാ വർഷവും ആനുവൽ ഡേയിൽ വിദ്യാർത്ഥികളെ പോലെ അധ്യാപകർക്കും മെറിറ്റ് ടെസ്റ്റ് നടത്താറുണ്ട്. ഇതിൽ ലഭിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികൾ തന്റെ അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നത്. അന്ന് അതുപോലൊരു ദിവസമായിരുന്നു. അധ്യാപകരുടെ യോഗ്യതാ പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരുന്നു. ഒരു വലിയ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. ഓഡിറ്റോറിയത്തിന്റെ ഗാലറി വിദ്യാർത്ഥികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. അക്കാദമി പ്രിൻസിപ്പൽ തരകൻ ഗാലറിയുടെ മുന്നിൽ സിംഹാസനം പോലെയുള്ള തന്റെ കസേരയിൽ വന്നിരുന്നു. അധ്യാപകരെല്ലാം അവരവരുടെ ഇരിപ്പിടത്തിനടുത്തായി ബഹുമാനപൂർവ്വം നിന്നു. സ്കൂൾ ഓഫ് മാജിക്കിലെ എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്നാണ് വാർഷിക ദിനം, അതായത് അധ്യാപകരുടെ യോഗ്യതാ ദിനം. നിങ്ങളെല്ലാവരും തയ്യാറല്ലേ? തന്റെ ഘനഗാംഭീര ശബ്ദത്തിൽ പ്രിൻസിപ്പൽ തരകൻ അധ്യാപകരോടായി ചോദിച്ചു. അതെ സാർ, ഞങ്ങൾ തയ്യാറാണ്, അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു. പ്രിൻസിപ്പൽ തരകൻ മത്സരം ആരംഭിക്കാൻ അനുവാദം നൽകി. പെട്ടെന്ന് തരകന്റെ മുന്നിൽ ഒരു പച്ച വെളിച്ചം തെളിഞ്ഞു വന്നു. ഒരു അധ്യാപകൻ വരാത്തതിനാലാണ് ഒഴിഞ്ഞുകിടക്കുന്ന കസേരയിൽ ആ വെളിച്ചം തെളിഞ്ഞത്. ആരാ വരാത്തത്? സമയനിഷ്ഠയുടെ കാര്യത്തിൽ കർക്കശക്കാരനായിരുന്ന തരകൻ ദേഷ്യത്തോടെ ചോദിച്ചു. സ്ഥിരം ആള് തന്നെയാണ് സാർ, എഡ്വിൻ എന്ന അധ്യാപകൻ എഴുന്നേറ്റ് നിന്ന് പരിഹാസത്തോടെ പറഞ്ഞു. ചേതനോ? അവന് യാതൊരു മാറ്റമില്ലേ? ഇത്രയും പ്രധാനപ്പെട്ട ദിവസം പോലെ അവന് സമയത്ത് വരാനാവില്ല. അവനെ വേഗം ഇവിടെ എത്തിക്കണം. ഇന്ന് തന്നെ അവന്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം എടുക്കും, തരകൻ ദേഷ്യത്തോടെ അലറി. അത് കേട്ട് ഉടനെ എഡ്വിൻ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് പോയി. എഡ്വിനും ചേതനും കീരിയും പാമ്പും പോലെയാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ജയിക്കാനും സ്വന്തം പേര് നിലനിർത്താനും എന്തും കാണിക്കാൻ മടിയില്ലാത്തവനാണ് എഡ്വിൻ. പിള്ളേരെ, അവൻ എവിടെയെങ്കിലും കുടിച്ചു കിടക്കുന്നുണ്ടാവും. നിങ്ങളുടെ മാന്ത്രിക വടി ഉപയോഗിച്ച് പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കണം. അനുസരണയോടെ വിദ്യാർത്ഥികൾ അവരവരുടെ മാന്ത്രിക വടികളാൽ ദിശ നോക്കി അവിടെ നിന്നും ഇറങ്ങി. ആള് വീട്ടിലുണ്ടെന്ന് തോന്നുന്നു, വാതിൽ തുറന്നു കിടക്കുന്നുണ്ടല്ലോ. ചേതന്റെ വീടിന് മുന്നിലെത്തിയ വിദ്യാർത്ഥികൾ അയാളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഉള്ളിൽ പ്രവേശിച്ചു. ഒരു വലിയ മുറിയുടെ നടുക്ക് 30കാരനായ ചേതൻ നിലത്ത് കമിഴ്ന്നു കിടക്കുന്നു. അയാളുടെ സമീപത്തും വീട്ടിലാകെയും മദ്യക്കുപ്പികൾ ചിതറിക്കിടക്കുന്നുണ്ട്. കിടക്കുന്ന കണ്ടില്ലേ? ഇയാളൊരു അധ്യാപകൻ തന്നെ ആണോ? ഒരു ദിവസം പോലും ഈ മനുഷ്യനെ നമ്മൾ സ്വഭാവത്തിൽ കണ്ടിട്ടില്ല, മൂക്ക് പൊത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾ പറഞ്ഞു. അതിലൊരുവൻ ബക്കറ്റിൽ വെള്ളമെടുത്ത് ചേതന്റെ ദേഹത്തെ കുഴിച്ചു. കുടിച്ച് ബോധമില്ലാതെ കിടന്നിരുന്ന ചേതൻ പെട്ടെന്ന് പിടഞ്ഞെഴുന്നേറ്റ് കണ്ണുകൾ തിരുമ്മി. ഉറക്കച്ചടവിൽ പിറുപിറുത്ത് ചേതൻ പതിയെ എഴുന്നേറ്റു. അവന്റെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു. വീഴാതിരിക്കാൻ അയാളെ ഒരു വിദ്യാർത്ഥി പിടിച്ചു നിർത്തി. സാറിനെ കൂട്ടിക്കൊണ്ടുവരാൻ പ്രിൻസിപ്പൽ പറഞ്ഞു വിട്ടതാ ഞങ്ങളെ. പ്രിൻസിപ്പൽ എന്ന് കേട്ടതും ചേതന് ചെറുതായി സ്ഥലകാലബോധം ഉണ്ടായി. അയ്യോ, ഞാൻ കിടന്നപ്പോ താമസിച്ചുപോയി. ഇന്നാണല്ലേ ആനുവൽ ഡേ? ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ചേതൻ ധൃതിയിൽ ഒരു കുപ്പി മദ്യം ഒറ്റ വലിക്ക് കുടിച്ച് വീടിന് പുറത്തേക്ക് നടന്നു. ഇയാളുടെ ലൂസായ നെട്ടും പോട്ടും എഡ്വിൻ സാറിന് അഴിച്ചോളും. അതെ അതെ, ഇന്ന് എന്തായാലും എന്തെങ്കിലുമൊക്കെ നടക്കും. ആടിയാടിയുള്ള ചേതന നടപ്പ് കണ്ട് പിന്നാലെ നടന്ന വിദ്യാർത്ഥികൾ പരിഹസിച്ച് ചിരിച്ചു. ദേഷ്യപ്പെട്ടിരിക്കുന്ന പ്രിൻസിപ്പളുടെ മുന്നിലേക്ക് ചേതൻ നടന്നെത്തി. ഓഡിറ്റോറിയത്തിലുള്ളവരുടെ എല്ലാവരുടെ ശ്രദ്ധ അവനിലാണ്. അവരുടെ മുഖഭാവങ്ങളിൽ നിന്നും ചേതന് രംഗം വളരെ വഷളാന്ന് മനസ്സിലായി. സോറി സാർ, ഞാൻ കുറച്ചു വൈകി. ചേതൻ തലകുനിച്ച് നിന്നുകൊണ്ട് പറഞ്ഞു. നിന്നെ നിയമിച്ച തെറ്റിന് ഞാനാണ് അക്കാദമിയുടെ മാപ്പ് ചോദിക്കേണ്ടത്. ക്ഷമിക്കാവുന്നതിന്റെ മാക്സിമം ഞാൻ ക്ഷമിച്ചു. ഇനി നിന്റെ സേവനം ഇവിടെ ആവശ്യമില്ല, നിനക്ക് പോകാം. പ്രിൻസിപ്പലിന് ദേഷ്യമടക്കാൻ കഴിഞ്ഞില്ല. ചേതൻ ദയനീയ ഭാവത്തിൽ അയാളെ നോക്കി. എന്താ തുറച്ചു നോക്കുന്നത്? പറഞ്ഞത് മനസ്സിലായില്ലേ? ഗെറ്റ് ഔട്ട്! പ്രിൻസിപ്പലിന്റെ അലർച്ചയിൽ ഓഡിറ്റോറിയം നിശബ്ദമായി. സാറിനറിയാലോ, ഒന്നും ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നല്ലോ സാർ. ഡിപ്രഷൻ താങ്ങാതെ വരുമ്പോഴാണ് ഞാൻ. ചേതൻ മടിയോടെ പറഞ്ഞു തുടങ്ങിയതും തരകൻ അവനെ തടഞ്ഞു. മതി, നിർത്ത്. ഈ കഥ കേട്ട് ഞാൻ മടുത്തതാണ്. നിന്റെ ശ്രദ്ധ കുറവ് കൊണ്ട് ഒരു വിദ്യാർത്ഥി മരിച്ചു, എന്നിട്ടും ഞാൻ ക്ഷമിച്ചു. ഈ അക്കാദമിയിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ നീ ഇങ്ങനെ അധപതിക്കാമോ? കുറ്റബോധം കാരണം ചേതന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. സാർ, ഇയാൾ ഈ അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയാന്ന് പറയുന്നത് അക്കാദമിയുടെ പേരിന് തന്നെ കളങ്കമുണ്ടാക്കും. അവന്റെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ തിരിച്ചു വാങ്ങി
ഈ യൂസ്ലെസ്സിനെ ഇവിടുന്ന് പുറത്താക്കണം. അവസരം മുതലെടുത്ത് എഡ്വിൻ പറഞ്ഞു. അയാളുടെ വാക്കുകൾ ചേതനെ പ്രകോപിതനാക്കി. ആരോടാ യൂസ്ലെസ്? ഈ ചേതൻ യൂസ്ലെസ് ആണെന്ന് ഇവിടെയുള്ള എല്ലാവരുടെ മുമ്പിൽ വെച്ച് താൻ തെളിയിച്ച ഞാൻ താൻ പറയുന്നത് പോലെ ചെയ്യാം. തനിക്ക് ചങ്കുറപ്പുണ്ടെങ്കിൽ സ്റ്റേജിലിരുന്ന് കേമത്രം പറയാതെ ഇറങ്ങി വന്ന് എന്നോട് മുട്ടി നോക്ക്. വെല്ലുവിളിക്കുമ്പോഴും ചേതന് തന്റെ കാലുകൾ നിലത്ത് ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ചേതൻ, നീ മദ്യത്തിന്റെ ലഹരിയിലാണ് സംസാരിക്കുന്നത്. എഡ്വിൻ ആരാണെന്നും അയാളുടെ സൂപ്പർ പവറുകൾ എത്രത്തോളം ഉണ്ടെന്നും എല്ലാവർക്കും നന്നായി അറിയാം. വെറുതെ വെല്ലുവിളിക്കണ്ട. അധ്യാപകരിൽ ഒരാൾ അവനെ ഉപദേശിച്ചു. പക്ഷെ പിൻവാങ്ങാൻ ചേതൻ തയ്യാറായിരുന്നില്ല. തരകൻ സാർ, അവന്റെ കാര്യോർത്ത് സാർ ഇനി വിഷമിക്കണ്ട. ഇപ്പൊ തന്നെ ഒരു തീരുമാനമാക്കി തരാം ഞാൻ എന്ന് പറഞ്ഞ് എഡ്വിൻ ചേതന്റെ മുന്നിലേക്ക് നടന്നു. ഇന്നത്തോടെ ഇതിനൊരു അവസാനം ഉണ്ടാവട്ടെ എന്ന് കരുതി തരകൻ അവർക്ക് മത്സരിക്കാൻ അനുവാദം നൽകി. അങ്കത്തട്ടൊരുങ്ങി ചേതനും എഡ്വിനും മുഖാമുഖം നിന്നു. ഇരുവർക്ക് ചുറ്റും ഒരു മാന്ത്രിക വലയം രൂപപ്പെട്ടു. ചേതൻ മുകളിലേക്കും താഴേക്കും കൈകൾ ചലിപ്പിച്ച് ഒരു പാമ്പിനെ പോലെ കൈകൾ കൂപ്പി മുകളിലേക്ക് ഉയർത്തി. മാന്ത്രിക സർപ്പത്തിന്റെ ശക്തി പ്രയോജനപ്പെടുത്താൻ അവൻ സജ്ജനായി. അവന്റെ കിങ് കോബ്ര മൂവ്. എഡ്വിൻ പുച്ഛത്തോടെ ചേതനെ നോക്കി ചിരിച്ചു. അയാളുടെ ശരീരത്തിന് ചുറ്റും ഒരു കൂറ്റൻ പരുന്തിന്റെ രൂപത്തിൽ നീല നിറത്തിലുള്ള ഒരു അഗ്നിഗോളം പ്രത്യക്ഷമായി. അയാൾ കൈകളും കാലുകളും ചുഴറ്റി തന്റെ ഈഗിൾ മൂവ് പുറത്തെടുത്ത് തയ്യാറായി നിന്നു. ബദ്ധവൈരികളുടെ യുദ്ധം കാണാൻ ഓഡിറ്റോറിയം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്നു. ചേതൻ പതിയെ കൈകൾ വിടർത്തി വട്ടത്തിൽ കറക്കിക്കൊണ്ടിരുന്നു. കറക്കലിന് വേഗം ഒരു കൊടുങ്കാറ്റിന്റെ പോലെയായി. ചേതന്റെ കയ്യിൽ ഒരു ചുവന്ന അഗ്നിഗോളം പ്രത്യക്ഷമായി. അതിന് 5 തലകളുള്ള ഒരു പാമ്പിന്റെ രൂപമായിരുന്നു. ഞൊടിയിടയിൽ ചേതൻ അത് എഡ്വിനെ ലക്ഷ്യമാക്കി അയച്ചു. ഏവരും ആവേശഭരിതരായി. എഡ്വിന് നേരെ ചേതൻ ഒന്നിനു പുറകെ ഒന്നായി പ്രഹരം നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ എഡ്വിന്റെ മാന്ത്രികതയെ മറികടന്ന് അവനൊന്നും ചെയ്യാനായില്ല. എഡ്വിൻ തന്റെ 5 വിരലുകളും ചുരുട്ടി ഒരു ശക്തമായ മൂവിലൂടെ ചേതന്റെ നെഞ്ചിൽ മിന്നൽ വേഗത്തിൽ പ്രഹരിച്ചു. അടിയുടെ ശക്തി താങ്ങാനാവാതെ അവൻ മാന്ത്രിക വലയത്തിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീണു. ഓഡിറ്റോറിയം ഒന്നടങ്കം കൈയടിച്ച് ആർപ്പ് വിളിച്ചു. എഡ്വിൻ സാർ! എഡ്വിൻ സാർ! മദ്യലഹരിയിലായിരുന്ന ചേതന് എത്ര ശ്രമിച്ചിട്ടും എണീക്കാനായില്ല. എഡ്വിൻ തന്റെ എല്ലാ ശക്തികളും ഉപയോഗിച്ച് മാന്ത്രിക വലയത്തിന് പുറത്തായ ചേതന്റെ കോബ്ര ഫയറിനെ സ്വന്തമാക്കി. ഇപ്പോൾ അയാൾക്ക് സ്വന്തം ശക്തിയോടൊപ്പം ചേതന്റെ ശക്തിയുമുണ്ട്. തന്റെ ആകെയുള്ള സൂപ്പർ പവർ നഷ്ടമായ ചേതൻ എഴുന്നേറ്റില്ല. അവന്റെ ബോധം ഏതാണ്ട് നഷ്ടമായിരുന്നു. 3 അവസരങ്ങൾ നൽകിയിട്ടും പരാജിതനായ ചേതന് 0 മാർക്കാണ് ലഭിച്ചത്. അക്കാദമിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു അധ്യാപകന് 0 മാർക്ക്. എല്ലാവരും കൈകൊട്ടിച്ചിരിച്ചു. പ്രിൻസിപ്പൽ ചേതന്റെ അടുത്തേക്ക് പോയി. കൂടുതലൊന്നും ഇനി പറയണ്ടല്ലോ, നിനക്ക് പോകാം, തരകൻ പറഞ്ഞു. സാർ, ഒരു മിനിറ്റ്. തളർന്ന ശബ്ദത്തിൽ ചേതൻ തരകനോട് പറഞ്ഞു. എല്ലാവരും ചേതനെ നോക്കി. തോൽവി ഞാൻ സമ്മതിക്കുന്നു സാർ. പക്ഷേ സാറിന് എന്നെ പുറത്താക്കാൻ കഴിയില്ല. ഈ അക്കാദമിയുടെ നിയമം അനുസരിച്ച് ഒരു പ്രൊഫസർക്ക് ഒരു വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ പോലും ഇവിടെ തുടരാമെന്നല്ലേ? എഴുന്നേൽക്കാൻ ശ്രമിക്കവേ ചേതൻ ചോദിച്ചു. ഓ, നിനക്ക് നിയമമൊക്കെ അറിയാലേ? പറഞ്ഞ ശരിയാണ്. പക്ഷേ നിനക്കൊരു സ്റ്റുഡന്റ് പോലും ഇല്ലല്ലോ. എനിക്കൊരു ദിവസം സമയം തരൂ സാർ. ഞാനൊരു കുട്ടിയെങ്കിലും എന്റെ കീഴിൽ ചേർത്തിരിക്കും. അല്ലാത്ത പക്ഷം ഞാൻ തന്നെ പൊക്കോളാം. ഇതെന്റെ അവസാനത്തെ അപേക്ഷയാണ്. നെഞ്ചിൽ കൈവച്ച് ചേതൻ പറഞ്ഞു. നിന്നെ വിശ്വസിനി ആര് വരാൻ? സാർ പ്ലീസ്, ഒരു ദിവസത്തെ സാവകാശം മതി, ചേതൻ കെഞ്ചി. ഒടുവിൽ മറ്റു വഴികളില്ലാതെ പ്രിൻസിപ്പലിന് സമ്മതിക്കേണ്ടി വന്നു. ചേതന് അത് വലിയ ആശ്വാസമായെങ്കിലും എന്ത് ചെയ്യണമെന്ന് അവൻ അറിയില്ലായിരുന്നു. അക്കാദമിയിൽ നിന്നും വീട്ടിലെത്തി ചേതൻ ഒരുപാട് മദ്യപിച്ചു. അവൻ ഏറ്റവും അപമാനിതനായ ദിവസമായിരുന്നു അത്. ശേഷം തെല്ലും ബോധമില്ലാതെ വീടിനടുത്ത പുഴയരികിലൂടെ അവൻ നടന്നു. ചേതന്റെ മനസ്സാകെ വിങ്ങുന്നുണ്ടായിരുന്നു. ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വരെ അവന് തോന്നിപ്പോയി. അപ്പോഴാണ് അക്കാദമിയിലെ കുറച്ച് വിദ്യാർത്ഥികൾ ആ വഴി വരുന്നതായി അവൻ ശ്രദ്ധിച്ചത്. പിള്ളേരെ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അവിടെ നിന്ന് അയാൾ മുന്നോട്ട് നീങ്ങിയതും കാലുകളിടറി. ഉഗ്രശബ്ദത്തോടെ അയാൾ പുഴയിൽ വീണു. മദ്യലഹരിയിലായിരുന്നതിനാൽ നീന്താൻ അവനായില്ല. ശ്വാസം കിട്ടാതെ അവൻ പൂർണ്ണമായും നദിയിലേക്ക് മുങ്ങിത്താഴ്ന്നു. ചേതൻ അടിയൊഴുക്കിൽപ്പെട്ടു എന്ന് മനസ്സിലാക്കിയൊരു വിദ്യാർത്ഥി പുഴയിലേക്ക് എടുത്തു ചാടി. കുറച്ചു കഴിഞ്ഞതും ചേതന്റെ തലമുടിയിൽ പിടിച്ചുയർത്തിക്കൊണ്ട് അവൻ ഉയർന്നു വന്നു. അബോധാവസ്ഥയിലായിരുന്ന ചേതനെ അവർ ഉടൻ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ചു. അക്കാദമി പ്രൊഫസർമാരും
പ്രിൻസിപ്പൽ തരകനും അവിടെ എത്തി. ഡോക്ടർ, ചേതൻ എങ്ങനെയുണ്ട്? പ്രിൻസിപ്പൽ പരിഭ്രമത്തോടെ ചോദിച്ചു. വെള്ളത്തിൽ വീഴവേ അയാളുടെ തല കല്ലിലോ മറ്റോ ശക്തമായി ഇടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വളരെയേറെ ശ്രമിച്ചു, പക്ഷേ രക്ഷിക്കാനായില്ല. ക്ഷമിക്കണം. ഡോക്ടർ മറുപടി നൽകി. തരകൻ അത് കേട്ട് ഞെട്ടി. എന്തു പറയണമെന്നറിയാതെ അയാൾ അസ്വസ്ഥനായി. എന്നാൽ ചേതന്റെ മരണവാർത്ത എഡ്വിനെ സന്തോഷിപ്പിച്ചു. ചേത, നീ ജീവിക്കുന്നതിന് നല്ലത് മരിക്കുന്നത് തന്നെയാ, അയാൾ മനസ്സിൽ പറഞ്ഞു. അതേസമയം ഭൂമിയിൽ ജഗൻ വെള്ളത്തിനടിയിൽ തന്റെ ജീവനു വേണ്ടി പിടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും അവൻ 5-ാമത്തെ പുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ജഗന്റെ കയ്യിലിരുന്ന പുസ്തകം മിന്നിത്തിളങ്ങി. പുസ്തകത്തിനുള്ളിൽ നിന്ന് ഒരു സ്വർണ്ണ വെളിച്ചം ഉയർന്നു വന്നു. എങ്ങും സ്വർണ്ണ നിറം മാത്രം. അവന്റെ കണ്ണുകൾ പതിയടഞ്ഞു. ശരീരം നിശ്ചലമായി. മരണം. ജഗന്റെ ആത്മാവ് ഒരു നുറുങ്ങുവെട്ടമായി ശരീരം വിട്ടുയർന്നു. അത് വളരെ വേഗത്തിൽ ആകാശത്തിലെ മേഘങ്ങൾക്കിടയിലൂടെ പ്രകാശദൂരങ്ങൾ സഞ്ചരിച്ചു. എങ്ങും കണ്ണഞ്ചിപ്പിക്കുന്ന സ്വർണ്ണ നിറം. പെട്ടെന്നൊരു പടികൂറ്റൻ ഒരു സ്വർണ്ണവാതിൽ തുറന്നു വന്നു. ആ നുറുങ്ങുവെട്ടം വാതിലിനുള്ളിലേക്ക് നീങ്ങി. അതേസമയം മായിക ലോകത്ത് ചേതന്റെ മൃതദേഹം ഒരു പ്രത്യേക മുറിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. അച്ഛാ എന്നൊരു വലിയ നിലവിളിയോടെ ജഗൻ പിടഞ്ഞെണീറ്റു. അവൻ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി. ലൈബ്രറിയിൽ തിരമാലകൾക്കിടയിൽപ്പെട്ട് ശ്വാസത്തിനായി പിടയുന്നതായിരുന്നു അവന്റെ അവസാനത്തെ ഓർമ്മ. ഇപ്പോഴിതാ താൻ ഏതോ മുറിയിൽ കിടക്കുന്നു. ഇതെവിടെയാ? അപ്പൊ ഞാൻ മരിച്ചില്ലേ? കണ്ണുകൾ നന്നായി തിരുമ്മിക്കൊണ്ട് അവൻ ചുറ്റും നോക്കി. ഒരു കടലാസിൽ എന്തോ കുറിച്ചുകൊണ്ട് മുറിയിൽ കയറിയ ഡോക്ടർ തല ഉയർത്തി നോക്കിയതും ആശ്ചര്യം കാരണം അയാളുടെ കണ്ണുകൾ വിടർന്നു. ഇതാരാ? ജഗൻ ചിന്തിച്ചു. നിങ്ങൾ ആരാണ്? എന്നെ എന്തിനാ ഇവിടെ കിടത്തിയിരിക്കുന്നത്? ചേതന്റെ ശബ്ദം കേട്ട് ഡോക്ടർ പേടിച്ചു. അല്പം മുമ്പ് മരിച്ചുവെന്ന് താൻ ഉറപ്പുവരുത്തിയ ചേതൻ തന്നെയാണോ തന്നോട് ഇപ്പോൾ സംസാരിച്ചത്? ഇനി തനിക്ക് തെറ്റുപറ്റിയതാണോ? തന്നോടാണ് ഞാൻ ചോദിച്ചത്. ഞാനിത് എവിടെയാ? ഡോക്ടറുടെ അങ്കലാപ്പ് മനസ്സിലാക്കിക്കൊണ്ട് ജഗൻ വീണ്ടും ചോദിച്ചു. മിറാക്കിൾ, ചേതൻ മരിച്ചിട്ടില്ല. കയ്യിലുള്ള കടലാസുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ഡോക്ടർ പുറത്തേക്കോടി. ഏത് ചേതൻ? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ജഗന് ഒന്നും മനസ്സിലായില്ല. ഇനി എന്നെ തന്നെയാണോ അയാൾ ഉദ്ദേശിച്ചത്? എടോ, എന്റെ പേര് ചേതൻ എന്നല്ല, ജഗൻ. ജഗനാണ് ഞാൻ. അവൻ പുറത്തേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ജഗനി മായിക ലോകത്ത് പുനർജനിക്കാൻ കാരണം എന്തായിരിക്കും? ഡെസ്റ്റിനി പുസ്തകമായിരിക്കുമോ ജഗനിയുടെ എത്തിച്ചത്? അതോ മറ്റെന്തെങ്കിലും?